അതിന്റെ മോളിലേക്ക് വരും. അപ്പൊ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീസ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ടൊരു കാര്യം പറയുന്നത് കുറച്ച് നാൾ മുമ്പത്തെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാടുള്ള ഒരു 2-3 വീക്ക് മുമ്പത്തെ ഒരു വീഡിയോ ആണ്. ഞാനത് എഡിറ്റ് ചെയ്യാനായിട്ട് മറന്നുപോയി, അതുകൊണ്ട് ഇപ്പോഴാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്ദ്രേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയച്ഛൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരത്തേക്കുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും സാഗരാട്ടിനോടും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഗുരുവായൂർ അതിൻ്റെ അടുത്തുള്ളതായിട്ടൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ അമ്മയച്ഛനും അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളതിനും കൂടി എടുത്ത് ഒരുമിച്ച് പോയിട്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞു. അപ്പോൾ ഒരു ദേവിയുടെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ വേഗം അമ്പലത്തിലൊക്കെ തൊഴുത് കഴിഞ്ഞ് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമാർത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഹെയർ ഓയിൽ, അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതെടുത്ത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, നമ്മുടെ ചെമ്പരത്തിയുടെ ആണ് കേട്ടോ. നമ്മുടെ ഹെയർ ഭയങ്കര സ്ട്രോങ് ആക്കാനും ഹെൽത്തി ആക്കാനും നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ ഹെയർ ഷാമ്പൂ കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് ഞാൻ ഹെയറിൻ്റെ അസ്റ്റിസിറ്റി എന്നൊക്കെ പറയും, അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഹെയർ പൊട്ടിപ്പോവുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഡാമേജ് ആണെന്നാണ് കേട്ടോ അർത്ഥം. അപ്പം ഞാനൊന്ന് നോക്കിയപ്പോൾ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞ് കുറച്ച് നാളുടെ ഹെയർ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ പൊല്യൂഷനും അതേപോലെ തന്നെ ഈ ക്ലൈമറ്റും നല്ല ചൂടും കാലാവസ്ഥയായിട്ട് ഹെയർ നല്ല രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പം നമ്മുടെ ഹെയർ ഡാമേജ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിസിറ്റി ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഒരു ഹെയർ എടുക്കുക, എന്നിട്ട് നമുക്ക് വലിച്ച് നോക്കുക. റബ്ബർ ബാൻഡ് പോലെ വലിയുന്നുണ്ടെങ്കിൽ ഡാമേജ് അല്ല എന്നാണ് അർത്ഥം. അപ്പം എൻ്റെ ഹെയർ പൊട്ടിപ്പോന്നിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഹാർട്ട് പൊട്ടിപ്പോലെ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹെയർ ഡാമേജ് ആണെന്നാണ് അർത്ഥം കേട്ടോ. പല രീതിയിൽ നമുക്ക് നമ്മുടെ ഹെയർ ഡാമേജ് ആണോ അല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഷാമ്പൂ കൂടി ഉണ്ട്. നമുക്ക് ചെമ്പരത്തി അതേപോലെ തന്നെ കറി ലീഫാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ഹെയറൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ കുറച്ച് ഡേ ആയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മസ്റ്റായിട്ട് നമ്മുടെ ഫുഡ് കാര്യങ്ങളും ഡയറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോകണം. നേരെ മറിച്ച് നമുക്ക് വല്ല സ്ട്രെസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഹെയർ ഓയിൽ ഒരു ഭാഗമാണ് ഹെയർ ഗ്രോത്തിൻ്റെ, അതുപോലെ തന്നെ ഒരു ഭാഗമാണ് നമ്മുടെ ഫുഡും ഡയറ്റും മെൻ്റൽ ഹെൽത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ വീണ്ടും ഈ ഹെയറിൻ്റെ ഇലാസ്റ്റിസിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരു ഹെയർ എടുക്കുക, കാണുന്നുണ്ടോ? അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക. നമുക്ക് ഇലാസ്റ്റിക് വലിയണ പോലെ വലിയുന്നുണ്ടാവും. അല്ലെങ്കിൽ നേരെ മറിച്ച് ഡാമേജ് ആണ് ഹെയർ വെച്ചെങ്കിൽ ഇത് പൊട്ടി പോവുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഓക്കെ ആണ് വെച്ചെങ്കിൽ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ ഇതാ ഇലാസ്റ്റിക് വലിയണ പോലെ ഇതാ ഇങ്ങനെ വലിയ കേട്ടോ. എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതാ പ്രൊഡക്റ്റ് എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാമാർത്തിൻ്റെ ലിങ്ക് വഴിയാണ് വാങ്ങുന്നതെങ്കിൽ അവർ ഓരോ ഓർഡറിലും ഒരു മരം വെച്ച് പിടിപ്പിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് വെച്ച് പിടിപ്പിക്കാനാണ് അവരുടെ ഒരു പ്ലാൻ. അതേപോലെ തന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും അടുത്തുള്ള സ്റ്റോറുകളിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇഷ്ടമായിട്ടില്ലേ? അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് നേരം അമ്മ അച്ഛനൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു, ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. അമ്മ ഇപ്പം തന്നെ പോവും, കാരണം വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ തന്നെ പോവും കേട്ടോ.
അച്ഛനമ്മയൊക്കെ ഇങ്ങനെ റയറായിട്ട് വരുള്ളൂ, വല്ലപ്പോഴൊക്കെ വരുള്ളൂ. അപ്പോൾ വന്നപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ക്ലോത്ത് സ്റ്റോറൊക്കെ കാട്ടി കൊടുത്തു, പുതിയ വാങ്ങിയ മെറ്റീരിയലും പിന്നെ നമ്മുടെ തയ്ക്കുന്ന ചേച്ചിമാരൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ. പഴയ ചേച്ചിനെ ഓൾറെഡി അറിയാം, പുതിയതായിട്ട് നമുക്കൊരു സ്റ്റാഫും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചിനൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതാ അപ്പോൾ അവർ വേഗം പോകാനായിട്ട് നോക്കുകയാണ് കേട്ടോ. പാട്. താമരപ്പൂക്കും കൊഞ്ചണ് ശരിക്കും പാട്. നാടൻ വന്ന കുട്ടി വന്ന് ചെയ്യണ ചേച്ചേ. എന്താ ചെയ്യണ മാമ അലക്കാണ്. മാമ എന്താ ചെയ്യണേ? തുണി അലക്കാണ്. ആന്റി തട്ടിട്ടു. ആന്റി എന്തിട്ട് ചെയ്യണ? ആന്റി പാത്രം കഴുകണോ? പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കാൻ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മെറ്റീരിയലുകളാണ് കേട്ടോ ചാക്കിൽ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഒരു ഈവനിങ് ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ നമ്മൾ കറി വയ്ക്കാനുള്ളതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് സാന്ദ്രജിക്ക് വന്ന കാരണം നമ്മളെന്താ ഫിലിം കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ അറിയാം സാന്ദ്രജ് പറഞ്ഞ സ്കൂളിലൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നേക്കാണ്. അപ്പോൾ ഒരു പട്ടുപാവാടൊക്കെ അടിക്കാണ്ട്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ആരുമില്ല കേട്ടോ, രാത്രി കാരണം ആരുമില്ല ഇവിടെ. സ്റ്റിച്ചിൻ്റെ ചേച്ചിമാരൊക്കെ പോയി. 6 മണി 5 മണിക്ക് ആകുമ്പോൾ അവർ പോവും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഡമ്മിമേ മോഡൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന്ന് മെഷർമെൻറ്റൊക്കെ എടുത്ത് വെക്കുകയാണ്. ചെസ്റ്റിൻ്റെ സൈസ്, വേസ്റ്റ്, അതേപോലെ തന്നെ ബ്ലൗസിൻ്റെ ലെങ്ത്ത്, സ്കേർട്ടിൻ്റെ വേസ്റ്റിൻ്റെ അളവ്, അതേപോലെ തന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത്, അങ്ങനെ ഫുൾ മെഷർമെൻറ്റ് എഴുതി വെക്കുകയാണ്. അപ്പോൾ ഈ ഡമ്മിമ്പോൾ ഫോട്ടോ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഫുള്ളായിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സാന്ദ്രജിയൊക്കെ ഉള്ള കാരണം ഒരു ഫിലിമിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് കട്ടിങ്ങും എല്ലാം എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കലും അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒരുമിച്ച് എന്നുള്ളത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് പോകാനായിട്ട് കുറച്ചുകൂടി ലാഗാവും. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു 10 മണിക്കാണ് ഫിലിം കാണാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടിയും സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ തയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് ബാക്ക് ഓപ്പൺ ആയിട്ടാണ് തയ്ക്കുന്നത്, കാരണം കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വള്ളി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അതിന് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം ചെയ്ത് കഴിയാറായിട്ടുണ്ട് ബ്ലൗസിൻ്റെ കേട്ടോ. പിന്നെ ഈ ഫ്രില്ല് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലീവുമ്പോൾ ഞാൻ ഒരു സ്ലീവ് ചെറിയൊരു ഇതുപോലെ വെറൈറ്റി ആക്കാമെന്ന്, വെറൈറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഞാനെന്നും ചെയ്യുന്ന മോഡലിൽ നിന്ന് ഒരു ചെറിയൊരു വെറൈറ്റി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ ഫ്രില്ല് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ 2 സ്ലീവ് ഇതാ ഫ്രില്ല് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് സ്ലീവും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ സാഗരേട്ടൻ ഇത്ര നേരം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ സിനിമയ്ക്ക് പോകുന്ന കാരണം കാർ എടുക്കണം. അപ്പോൾ സാഗരേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കാർ എടുക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷം സാഗരേട്ടൻ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. ബ്ലൗസ് മാത്രം തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബ്ലൗസ് തന്നെ തയ്ക്കുമ്പോൾ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ സിമ്പിളായിട്ടൊക്കെ തോന്നും കേട്ടോ, പക്ഷേ ഇത്തിരി കഷ്ടപ്പാടുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചധികം ടൈം എടുത്തു. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആ ഒരു പിങ്ക് ബോർഡർ വെച്ചിട്ടുണ്ട് കേട്ടോ. പിങ്ക് യെല്ലോ കോമ്പിനേഷനുള്ളൊരു മെറ്റീരിയലാണിത്. അപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ടിലായിട്ട് പിങ്ക് കളർ ബോർഡറും കൂടി വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഒരു കെട്ടും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിനൊരു റേറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ ഇത്രയും കൂടുതൽ റേറ്റോ എന്ന് ചോദിക്കും. അത് മാത്രം ഒരു വിഷമമുള്ളൊരു കാര്യമുള്ളൂ. നമ്മൾ ഇത്രയും ടൈം എടുത്തിട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യണത്. ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം അതിൻ്റേതായ റേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഡ്രസ്സിന് ഉണ്ടാവും കേട്ടോ. ചിലവർക്ക് അത് മനസ്സിലാവും, ചിലവർക്ക് അത് മനസ്സിലാവില്ല. ഈ ഒരു ഫീൽഡിലുള്ള ഈ ക്രാഫ്റ്റ് വർക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ ഇതൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവുക. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ വേഗം റെഡിയായി ഫിലിം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുളി ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാഗരേട്ടൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്ക് കഴിഞ്ഞ് നമ്മളിനി ഫിലിം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഞാൻ തയ്ച്ചു കൊടുത്തതാണ് പീലിക്ക്. ഒരു ക്രേപ്പ് മെറ്റീരിയലുള്ള ഒരു ഫ്രോക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ പോവാണ്. അമ്മയൊക്കെ റെഡിയായി. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ശോഭയിലേക്കാണ് വന്നേക്കുന്നത്, പുഴയ്ക്കിൽ. അപ്പോൾ കാണാൻ പോകുന്ന സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ല തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ സിനിമ ഒക്കെ കണ്ടു. നല്ല അടിപൊളി സിനിമയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളിനി സിനിമ ഒക്കെ കണ്ട് നേരെ ഇനി വീട്ടിലേക്ക് പോയിരിക്കും. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരണതായിരിക്കും കേട്ടോ. നമ്മളെന്തിനാണ് വന്നേക്കണേ? സിനിമ കാണാനാ പറയും. സിനിമ കാണാനാ. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരണതായിരിക്കും. അപ്പോൾ ടാറ്റ ബൈ, സീ യു.